ഇവിടെ ഉണ്ടാവൂന്നല്ലേ രാധമ്മ പറഞ്ഞേ? കാണുന്നില്ലല്ലോ. എന്തായാലും വരുന്നവരെ ഇവിടെ ഇരിക്കാം. അതുവരെ ആ ഡയറി വല്ലതും എടുത്ത് നോക്കാം. എവിടെ പോയി? ഓഹോ, അപ്പൊ നീയാണ് എന്റെ ഡയറി എടുത്ത് വായിക്കുന്ന മഹാൻ അല്ലേ? കാശി, നീ എന്താ ഇവിടെ? രാധമ്മേ! എന്താ വിളി വരാത്തേന്ന് കാത്തിരിക്കുവായിരുന്നു. എന്താടാ? രാധമ്മേ, ഇവൻ എന്താ ഇവിടെ? ഇവൻ ഈ വീട്ടിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ റൂമിൽ കയറി എന്റെ ഡയറി എടുത്ത് ഞാൻ അറിയാണ്ട് എഴുതിയതും പോരാ, ഇവിടെ കിടന്ന് ഒച്ച വെച്ചതും പോരാ, എന്നോട് ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. നീ എന്താടാ എന്റെ വീട്ടിൽ ചെയ്യുന്നേ? നിന്റെ വീടോ? രാധമ്മേ! മോനെ വിച്ചു, നിന്റെ കോളേജില് നീ വന്ന് പറയാറില്ല ആ കാലമാടനും, നീ ഡയറി എഴുത്ത് വെച്ച് സ്നേഹിക്കുന്ന നിന്റെ സഖാവും, എന്റെ പുന്നാര മോനും എല്ലാം ഒരാളാണ്. ഈ നിൽക്കുന്ന സാക്ഷാൽ കാശിനാഥൻ. എന്റെ റോൾ ഇവിടെ തീരുകയായി. പറയേണ്ടത് പറഞ്ഞോളൂ, അടിക്കേണ്ടത് അടിച്ചോളൂ, തീർത്തോളൂ. ഞാൻ പോണു, എനിക്കൊന്നും കാണാൻ വയ്യ. എന്തേ ഒന്നും മിണ്ടാനില്ലേ? കോളേജിനാണെങ്കിൽ 1/2 കിലോമീറ്റർ നീട്ടം ഉണ്ടാവുമല്ലോ നിന്റെ നാവിന്. അത് ഞാൻ അറിഞ്ഞോ കോളേജിലെ കാശിയും ഇവിടത്തെ സഖാവും ഒരാളാണെന്ന്? അറിഞ്ഞിരുന്നെങ്കിൽ ബാക്കി പറ. എന്തിനാ നിർത്തിയേ? അത് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യൊന്നുമില്ല. ഇയാളിങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, എനിക്കും അറിയാം. വിഷ്ണു, നിക്ക്, പോവല്ലേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഐ എം സോറി. ശരിക്കും അന്ന് ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ കയറി തല്ലിപ്പോയതാടാ. അല്ലാണ്ട് നിന്റെ മേത്ത് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിന്നോട് വെറുപ്പുണ്ടായിട്ടോ ഒന്നുമല്ല. അപ്പൊ എനിക്കൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാ. സോറി. എന്നാലും എനിക്ക് പറയാനുള്ളതൊന്നും കേട്ടില്ലല്ലോ, എന്നെ അത്രയ്ക്ക് തല്ലിയില്ലേ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള ആവേശത്തിൽ എന്തൊക്കെയോ ചെയ്തു പോയി. അപ്പൊ നീ പറയുന്നത് കേൾക്കണമെന്നോ അല്ലെങ്കിൽ അന്വേഷിക്കണോ ഒന്നും തോന്നിയില്ല. സോറിടാ, ഐ എം റിയലി സോറി. നീ കാരണം ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം വഴക്ക് കിട്ടുമെന്ന് നിനക്ക് അറിയോ? നീ ഒറ്റ ഒരാളാ എല്ലാത്തിനും കാരണം. വഴക്ക് കിട്ടുമെന്നോ? സോറിടാ. ആന്റിനോട് വേണമെങ്കിൽ ഞാൻ പറയാം, എല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായതാന്ന്. നീ വിഷമിക്കല്ലേ. നീ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിനുള്ള വഴക്കും ഞാൻ കേൾക്കേണ്ടി വരും. പ്രിൻസിപ്പൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക പോലും ഇല്ല മമ്മി. വിഷ്ണു, നീ കരയല്ലേ. സോറി. ഇല്ല, ഞാൻ നിർത്തി. സോറി അക്സെപ്റ്റഡ്. നീ എന്തിനാ വിഷമിക്കണേ? ദേ, ഞാൻ കരച്ചിലും വിട്ടു, സങ്കടവും വിട്ടു. ദേ, ഞാൻ ചിരിച്ചു. പോരെ, നിർത്ത്. നിർത്തി. ഐ എം സോറി. മതി സോറി പറഞ്ഞത്. എടാ കാലമട സഖാവേ, നിന്നെ ഞാനുണ്ടല്ലോ. എന്നെ എന്തടിയാ നീ അടിച്ചത്? അതെ, നിനക്ക് മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, എൻ്റെ ഒരു ഡൗട്ടും കൊണ്ട് ചോദിച്ചതാണ്. അത് നിന്റെ അമ്മൂമ്മയ്ക്കാടാ കള്ള സഖാവേ. അല്ല, ശരിക്കും നീ സഖാവല്ലേ? അപ്പൊ നിന്റെ ചെയർമാന്റെ പോസ്റ്റോ? അതിന് ഞാൻ സഖാവാണ് ആരെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ? അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് തട്ടിയാ മതി. നീയെങ്ങാനും പറഞ്ഞു കൊടുത്ത അന്ന് നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. ഓഹോ, അങ്ങനെയാണല്ലേ? നോക്കിക്കോ, ഇതിപ്പൊ തന്നെ വിളിച്ച് ആദീനോട് പറഞ്ഞു ന്യൂസ് പേപ്പറിൽ അടിച്ച് അവിടെ മുഴുവൻ ഞാൻ പ്രചരിപ്പിക്കും. എന്നിട്ട് നിന്റെ ചെയർമാന്റെ പോസ്റ്റ് ഞാൻ വലിച്ചു കീറിക്കളയും. നോക്കിക്കോടാ. ഡാഡാ, വിഷ്ണു, ഓടരുത്. അവിടെ നിക്ക്. ദൈവമേ, ക്ഷമ തരണേ.
ആ ഇതാര്? എന്റെ വിച്ചൂട്ടനോ? എപ്പ വന്നു? അവൻ വന്നിട്ട് 10-24 കൊല്ലമായി. എന്തേ ഒലിപ്പിക്കല മാധവൻ മാഷേ? ഹാ, നീ പോട കാലമാടാ. ഞാൻ നിന്നോടല്ലല്ലോ, എവനോടല്ലേ ചോദിച്ചേ? ഇത് എന്റെ വിഷ്ണു. ആ, കാലമാടന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്. മോനെ വിച്ചു, കോളേജിലെ കാര്യം എന്തായി? അവനെ ചവിട്ടി പുറത്താക്കിയോ ആ കാട്ടുമ്രാണ്ടീനെ? മാധവേട്ട നോ, നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ വരില്ല. ഞാൻ ഇവനോട് വർത്താനം പറഞ്ഞിട്ടേ വരൂ. മോ പറ, ആ കാലമാടന്റെ വിശേഷങ്ങളൊക്കെ പറ. അത് കേൾക്കാണ്ടോ ഒരു സുഖമില്ല. ഓ, ഇയാൾക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല. മാധവേട്ട നോ, ആ കാലമാടനാ നിങ്ങളുടെ മുമ്പേ നിൽക്കുന്നേ. ഇനി ഇതും കൂടി പറഞ്ഞിട്ട് വേണം ആ ചെക്കനെ എടുത്തിട്ട് മേടാൻ. നിനക്ക് എന്നതാടാ പറ്റിയേ? നീ ഇല്ലെങ്കിൽ വളവളാ സംസാരിക്കുന്നല്ലേ? ആരേടാ വിച്ചു, ആ കാലമാടൻ എന്തു പറ്റി? ആ കാലമാടൻ അപ്പന്റെ മുമ്പേ നിൽക്കുന്നോണ്ടാണ് അവൻ മിണ്ടാത്തത്. അല്ലേടാ വിഷ്ണു? ഓ മമ്മി ചതിച്ചു. അല്ല അത് പിന്നെ അത് നീ എൻ്റെ കൂടെ ഒന്നിങ്ങ് വന്നേ. എനിക്ക് നിന്നോട് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരണേ, ഞാൻ മുറി കാണും. ഹലോ ആദി, ഞാൻ ദേവയാ. എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ ദേവ, പറഞ്ഞോ. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആഹാ, പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. ബട്ട് അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല. എനിക്ക് നേരിട്ടൊന്ന് കാണണമായിരുന്നു. ആ കാണാലോ, വേണേ നാളെ തന്നെ കാണാം. ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീയാ. എന്നാലേ നാളെ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ നമ്മുടെ കോളേജിനടുത്ത് നമ്മളെല്ലാവരും എപ്പോഴും പോയിരിക്കാറുള്ള ഒരു കഫേ ഇല്ലേ, അങ്ങോട്ട് വരാൻ പറ്റുമോ? ആ ഓക്കെ, ഞാൻ വന്നോളാം. എന്താടോ താനിങ്ങനെ എന്നെ വിളിക്കാറൊന്നുമില്ല, എന്നോട് സംസാരിക്കാറൊന്നും ഇല്ലാത്തതാണല്ലോ. എപ്പോൾ കണ്ടാലും വഴക്ക് മാത്രം. ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു വിളിയും സംസാരമൊക്കെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, പ്രോബ്ലം ഒന്നുമല്ല. കുറേ ആയി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പം ഫൈനൽ ഇയർ ആയില്ലേ, പറയാന്ന് വെച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ടാ. ആ എന്നാ ഓക്കേടോ. എന്തിനാ വരാൻ പറഞ്ഞേ? ഹോ, ഒന്നും അറിയില്ലായിരിക്കും അല്ലേ? എന്നെ കുറിച്ച് എന്തൊക്കെയാണോ നീ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നേ? സത്യമായിട്ടും ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. തല്ലരുത് പ്ലീസ്. തല്ലുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. എന്നിട്ട് വേണം അടുത്ത പ്രശ്നവും കുലുമാലുമായിട്ട് വരാൻ. അതൊക്കെ പണ്ടേ നിർത്തി. പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? നിനക്കേ കുറച്ച് കളി കൂടുന്നുണ്ട്. നാക്കിന്റെ നീട്ടമാണെങ്കിലും എല്ലാം നിനക്ക് കുറച്ച് കൂടുതലാ. അതിന് ചെറിയൊരു പണിഷ്മെന്റ് തരാൻ വിളിച്ചതാ. എന്തേ, പേടിയാവുന്നുണ്ടോ? എനിക്ക് നിന്നെ പേടി. എന്നിട്ടാണല്ലോ ഞാൻ കോളേജിൽ നിന്നെ വെല്ലുവിളിച്ചതൊക്കെ. ഒന്ന് പോയേ കാശി, എനിക്ക് നിന്നെ ഒരു പേടിയുമില്ല. ഉറപ്പാണേ പേടിയില്ലാന്ന്. പിന്നെ പേടിക്കരുത്. ആ 100% ഉറപ്പാ. നീ എന്ത് ചെയ്താലും എനിക്ക് പേടി ഉണ്ടാവില്ല. വിഷ്ണു, യു നോ സംതിങ്? ഈ ബ്ലൂ ഹെയറിൽ നിന്നെ കാണാനുണ്ടല്ലോ, അത്രയ്ക്ക് ക്യൂട്ട് ആൻഡ് ഹോട്ടാണ്. ചില സമയത്തുണ്ടല്ലോ നിന്നെ ഇങ്ങനെ. അതിന് നീ എന്തിനാ അടുത്തേക്ക് വരുന്നേ? ഞാൻ ക്യൂട്ടും ഹോട്ടൊക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അടുത്തേക്ക് വരുമൊന്നും വേണ്ട, അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ഞാൻ അടുത്തേക്ക് വന്നാൽ എന്താ, പേടിയാ? ഹാ, പേടിയൊന്നുമില്ല. പേടിയില്ലല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് നിന്നെ ചില സമയത്ത് കാണുമ്പോ ഉണ്ടല്ലോ, കടിച്ച് തിന്നാനാ തോന്നണേ. വേണ്ട, എനിക്ക് പേടിയാ. വേണ്ട പ്ലീസ്. അപ്പൊ നിനക്ക് പേടിയുണ്ട്, എന്നിട്ട് എന്നോട് നേരത്തെ എന്തുവാ വെല്ലുവിളിച്ചേ? അതെ, കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ശരിയെന്നാ,
പൊക്കോ. ഹായ് അതെ, കുറെ നേരമായോ വന്നിട്ട്? ഇല്ല, ഞാനൊരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്താ കഴിക്കാൻ വേണ്ടേ? എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? വലുതായിട്ടൊന്നും വേണ്ട, എനിക്കൊരു ക്യാപ്പച്ചീനോ മതി. ആണോ? എനിക്കും ക്യാപ്പച്ചീനോ മതി. കിരണും കാശിയും നാട്ടിൽ പോയല്ലേ? ഇയാളിവിടെ ഒറ്റയ്ക്കാ? അവര് നാട്ടിൽ പോയി. കിച്ചു ലീവ് കഴിഞ്ഞങ്ങ് തിരിച്ചെത്തും. കാശി ഇനിയിപ്പോ 1 മാസം കഴിയാണ്ട് പ്രതീക്ഷിക്കണ്ട. ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാ ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്കാ. പിന്നെ എനിക്കിങ്ങനെ കയറി ചെല്ലാൻ ഇടമൊന്നുമില്ല, അമ്മയും അപ്പനൊന്നും ഇല്ലാത്ത ഒരാള്. അതുകൊണ്ട് അവന്മാര് വിളിച്ചതാ, പിന്നെ ഞാൻ പോവാത്തതാ. ഓ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ദേവയുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? അറിയില്ല, അവരാരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വളർന്നത് ഓർഫനേജിലാ. അവിടുത്തെ സിസ്റ്റർ മുഖാന്തരം പഠിച്ച് ഇവിടം വരെ എത്തി. പിന്നെ സ്പോൺസർഷിപ്പ് ഉള്ളതുകൊണ്ട് അതിലിങ്ങനെ മുട്ടിയ തട്ടിയൊക്കെ പോന്നു. നിന്റെ വീട് ഇവിടെ തന്നെയാണല്ലേ? പിന്നെ വിഷ്ണു വിളിച്ചായിരുന്നോ? വിഷ്ണു വിളിച്ചായിരുന്നു. എന്തോ വലിയ ആനക്കാര്യം പറയാണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ തുള്ളിച്ചാടി നിൽപ്പായിരുന്നു. ഇനിയിപ്പോൾ 1 മാസം കഴിയാണ്ട് അവനെയും പ്രതീക്ഷിക്കണ്ട. എൻ്റെ വീട് ഇവിടെ തന്നെയാ. പിന്നെ പാരൻസ് അവരെ ബിസിനസ്സൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാ. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാ. എൻ്റെ ലൈഫ് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നു. സെറ്റാണ്. പാരൻസ് അടിപൊളിയാണ്. കാശുണ്ട്. അപ്പം ഞാനിങ്ങനെ പറന്ന് നടക്കുന്നു. അടിപൊളി. എനിക്കെന്നാ ഇല്ലാത്തതും അതാണ്. വന്ന കാര്യം പറയടോ. സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെന്തൊക്കെയോ ആണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? നീ ഇത് ഏത് രീതിയിൽ എടുക്കും, എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. നീ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇത് പറയാതിരിക്കാൻ വയ്യ. ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ തിങ്ക് സ്റ്റാർട്ടഡ് ഫ്രം ദ ഫസ്റ്റ് ഡേ. ഐ ജസ്റ്റ് ഫെൽ ഫോർ യു അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിൻ്റെ കൂടെ എപ്പോഴും വഴക്കിടാൻ വരുന്നതും നിൻ്റെ മുന്നേ വന്ന് നിൽക്കുന്നതും ഒക്കെ മനഃപൂർവ്വമാണ്. ബട്ട് എനിക്കറിയില്ല നിനക്കിതിന് താല്പര്യമുണ്ടോയെന്ന്. I don't know you are a gay or not, but I'm a gay. What's your reply? അറിയാം, നീ എന്നെ പേഴ്സണലായിട്ട് കാണണമെന്നും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എല്ലാം കേൾക്കാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഒരാൾ നമ്മളെ നോക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അയാൾ ഏത് രീതിയിലാണ് നമ്മളെ കാണണേന്ന്. നീ എന്നെ നോക്കുന്ന ഓരോ നോട്ടവും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദേവ. ബട്ട് അത് ശരിയാവില്ല. ഞാൻ അതുകൊണ്ടാണ് നിനക്ക് ഹോപ്പ് തരാത്തത്. ഐ നോ ഞാൻ പറയുന്നതൊന്നും ലോജിക്കല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇതൊന്നും ശരിയാവില്ല. യുനോ, സൊസൈറ്റി അതൊരു വലിയൊരു ബാരിയറാണ്. ഗേ ആണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല. ഇതൊന്നും ശരിയാവില്ല ദേവ. സോ ഇവിടെ വിട്ടേക്ക്. അതുകൂടി പറയാനാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. നിർത്താം, എല്ലാം നിർത്താം, മതി. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ബട്ട് മൈ പാരൻസ് അവരിതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൊസൈറ്റി അതൊരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. ചത്തുകുത്തി ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എല്ലാം മറന്ന് വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കുന്നതാ. നീ എന്തൊക്കെയാ പറയുന്നേ? വൈ ഡു യു കെയർ അബൌട്ട് സൊസൈറ്റി? അവരല്ലല്ലോ നിനക്ക് ചെലവിന് തരുന്നത്. ബാക്കിയുള്ളവർ എന്ത് കരുതുമെന്ന് പറഞ്ഞ് ജീവിച്ചാൽ അതൊരിക്കലും നമ്മുടെ ലൈഫ് ആവില്ല. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടുന്ന ഒരു ലൈഫായിട്ട് മാറും. അവിടെ എവിടെയാ സ്വന്തം ഡിസിഷൻസിനും സ്വന്തം ഇഷ്ടങ്ങൾക്കും വില വരുന്നത്? പിന്നെ പാരൻസ്, സ്വന്തം മോനെ മനസ്സിലാക്കാത്ത പാരൻസ് ഒന്നും അല്ലല്ലോ. നീ അവരോട് സംസാരിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ടോക്ക്, അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചിട്ട് ഇത് വേണ്ടാന്ന് വെക്കരുത് പ്ലീസ്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, ബട്ട് ഐ കെയർ അബൌട്ട് ദ സൊസൈറ്റി. അതുകൊണ്ടാ വേണ്ട, വിട്ടേക്ക്. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് എസ് പറയില്ല. നെവർ. നീ സൊസൈറ്റീനെ കെയർ ചെയ്യുന്നതുകൊണ്ടല്ല, ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള നിന്റെ മനസ്സിലെ ആദ്യ കാരണം. നിന്റെ ഫ്രണ്ട്സ് നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും നീ ഗേ ആണെന്ന് അറിഞ്ഞാൽ? ദാറ്റ്സ് യുവർ പ്രോബ്ലം. സത്യ, നീ പറഞ്ഞതൊക്കെ സത്യ. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് എനിക്ക് പേടിയാ. അതുകൊണ്ട് തന്നെയാ പറയുന്നത്. സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ് ദേവ. ഞാൻ നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളിക്കല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് പറയാതെ വെച്ചത്. നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് തന്നെയാണ്.
ബട്ട് ഇനിയും പറയാതിരുന്നത് ശരിയാവില്ല. എനിക്ക് വയ്യ. പ്ലീസ്, ഐ എം സോറി ദേവ. നീ എന്തു പറഞ്ഞാലും ഐ എം സോറി. എനിക്കിത് പറ്റില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ സമീപിക്കണ്ട. ബൈ. വിച്ചു, എടാ വിച്ചു, ദേ ഇതാരാ വന്നേക്കുന്നേ നോക്കിയേ. ഇങ്ങ് വാടാ ഒന്ന്. ആ മുറിക്കകത്ത് കയറി എപ്പോഴും ഇരിപ്പാ. എന്നതാ അമ്മേ? ആര് വന്നു പറഞ്ഞിട്ടാ ഈ കിടന്ന് കൂവുന്നേ? വിഷ്ണു, did you just forget about me, baby? വിഷ്ണു, how can you forget about me? ഞാൻ നിന്നെ എത്ര വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാ. Oh, it's okay, baby. I'm not angry with you. This hair color is awesome. Actually, ആ ബ്ലൂ കളർ നിനക്ക് ഒട്ടും മാച്ച് ഇല്ലായിരുന്നു. Now you look handsome. എന്നാലേ നിങ്ങളെ സംസാരിച്ചിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. No ആന്റി, എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. I don't need anything. ഞാൻ വന്നത് വിഷ്ണുവിനെ കാണാനാ. I'm so happy now. Vishnu, actually your college is going to end, right? So what about our engagement? ചിന്നു, എനിക്ക് അതിനെക്കുറിച്ച് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് വന്നേ. കാശി, ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാവേ. So Vishnu, you're saying that you're a gay. But ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ ആരോടും അട്രാക്ഷൻ തോന്നാതെ നിനക്ക് എങ്ങനെ മനസ്സിലായി നീ ഗേ ആണെന്ന്? മേ ബി ഇത് നിന്റെ തോന്നലാവാം ബേബി. നീയും അമ്മയും ഒരുപോലെയാ പറയുന്നേ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വെറുതെ ഇങ്ങനെയൊക്കെ തോന്നാൻ എനിക്കെന്താ ഭ്രാന്താണോ ചാന്ദിനി? ഞാനുള്ള കാര്യമല്ലേ പറയുന്നേ. ഓ വിഷ്ണു, ഡോണ്ട് ബി ആംഗ്രി. നീ പറഞ്ഞത് സത്യമായിരിക്കാം, ബട്ട് അതിനൊരു പ്രൂഫ് വേണ്ടേ? നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ആരോടെങ്കിലും അട്രാക്ഷൻ തോന്നിയാൽ നമുക്ക് പറയാം നീ ഗേ ആണെന്ന്. അല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുക? നിനക്ക് വേണ്ടത് പ്രൂഫാണ്. പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് മാറുവോ? ഓഫ് കോഴ്സ്, പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് മാത്രമായിരിക്കും. പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യേ ഇല്ല. എന്നാലേ ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. ആളെ കാണിച്ചു തന്നാ എല്ലാം ശരിയാവൂലേ? അതുപോലെ നിനക്ക് പ്രൂഫ് മതി. നീ എനിക്ക് ആളെ കാണിച്ചു തന്നാ മതി. ബട്ട് ഫോട്ടോ കാണിച്ചു തന്നാൽ ഞാൻ സമ്മതിക്കൂല. നേരിട്ട് കാണണം. ഫോട്ടോ കാണിച്ചു തന്ന് നീ എന്നെ പറ്റിക്കാണെങ്കിലോ? ഫോട്ടോ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. നിനക്കാളെ നേരിട്ടല്ലേ കാണണ്ടേ? വാ. ദൈവമേ, കാശി അവിടെ കാണണേ. രാധമ്മേ, രാധമ്മേ. വാട്ട് രാധമ്മ? നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് രാധമ്മ എന്നാണോ? ഇറ്റ്സ് എ വിമൻ നെയിം, റൈറ്റ്? എടി മദാമ്മേ, മിണ്ടാതിരി. അവൻ ഇവിടെ ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ. രാധമ്മയൊന്നും ഇവിടെ ഇല്ല. ഇതാരാ? ഓ, ഹാൻസം. So this is your boyfriend? Oh, you're so lucky, man. ബോയ് ഫ്രണ്ടോ? ആരുടെ ബോയ് ഫ്രണ്ട്? ഓ മമ്മി, ചതിച്ചു. You're Vishnu's boyfriend, right? ആര് പറഞ്ഞു? ആരുടെ ബോയ് ഫ്രണ്ട് എന്ന്? സോറി കാശി, ഇത് ചെയ്തേ പറ്റൂ.